ഒടുവിൽ 3 മാസത്തിലധികം നീണ്ട സംഘർഷത്തിന് വിരാമമാകുന്നു. ലോകം കാത്തിരുന്ന ആ സമാധാന കരാറിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. എന്തൊക്കെയാണ് കരാറിലെ വ്യവസ്ഥകൾ, എങ്ങനെയാണ് കരാറിൽ എത്തിച്ചേർന്നത് പരിശോധിക്കാം വിശദമായി. ഞാൻ അനശ്വര. സമാധാന കരാർ സംബന്ധിച്ച് യുഎസും ഇറാനും ധാരണയിലെത്തിയെന്ന് പാകിസ്ഥാന്റെ തുറന്നു പറച്ചിൽ. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കാനുമാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. സമാധാന കരാർ ജൂൺ 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒപ്പുവെക്കും എന്ന് ഇരു രാജ്യങ്ങളും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അറിയിച്ചു. കരാർ പൂർത്തിയായത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ യുഎസ് നാവികസേനയുടെ ഉപരോധം നീക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനുമായുള്ള കരാർ പൂർത്തിയായിരിക്കുന്നു എന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായുള്ള കരാർ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഹോർമൂസ് കടലിടുക്ക് ടോളില്ലാതെ തുറന്നുകൊടുക്കാൻ ഞാൻ ഇതിനാൽ പൂർണ്ണ അധികാരം നൽകുന്നു. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയുടെ ഉപരോധം ഉടനടി നീക്കം ചെയ്യാൻ ഉത്തരവിടുന്നു എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പോസ്റ്റ്. യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ ധാരണയായ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും സൈനിക നടപടികൾ ഉടനടിയും ശാശ്വതമായും അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും പാക് പ്രധാനമന്ത്രി അറിയിച്ചു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പിടാൻ അമേരിക്ക നിർബന്ധിതരായെന്ന് അവകാശപ്പെടുന്ന ഒരു ബാനർ ഇറാനിയൻ സ്റ്റേറ്റ് ടിവി പ്രദർശിപ്പിച്ചു. എന്നാൽ ഇറാൻ സർക്കാർ ഇതിൽ ഇതുവരെ ഔദ്യോഗികമായ വിശദീകരണം നൽകിയിട്ടില്ല. ഇറാൻ അമേരിക്ക സമാധാന കരാർ ഒപ്പിടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇസ്രയേൽ ലെബനൻ തലസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തി. ലെബനൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നത് സാധ്യമല്ല എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ് വ്യക്തമാക്കിയത്. അമേരിക്കയ്ക്ക് വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല എന്നും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ഇറാന്റെ ഭാഗത്തുനിന്ന് നിർണായക കരാറിൽ ഒപ്പുവെക്കേണ്ടത് സ്പീക്കർ ഗാലിബാഫാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഏറെ നാളായി നടന്നുവന്ന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. ലെബനനിലെ ആക്രമണം മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ ഒത്തുതീർപ്പ് കരാറുകൾക്ക് പ്രസക്തിയില്ല എന്നുമാണ് ഇറാന്റെ നിലപാട്. അവസാന നിമിഷത്തിൽ ഇറാൻ കടുപ്പിച്ചത് കരാറിനെ ബാധിക്കുമോ എന്ന ആശങ്ക സജീവമാണ്. നേരത്തെ ഇറാൻ യുഎസ് സമാധാന ധാരണ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമാധാന കരാറിൽ ഇതാദ്യമായാണ് ഞങ്ങൾ ഇത്രത്തോളം അടുത്തെത്തിയിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചേക്കുമെന്നാണ് കരുതുന്നത്. ഇലക്ട്രോണിക് സംവിധാനം വഴി ഒപ്പുവെക്കാൻ പാകിസ്ഥാൻ വഴിയുണ്ടാക്കും. അധികം വൈകാതെ സാങ്കേതിക സംഭാഷണങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ഷെരീഫ് എക്സിൽ കുറിച്ചു. ഇറാനിലെ നേതൃത്വത്തിന്റെ ഉയർന്ന തലങ്ങളിൽ ചർച്ചകൾ എത്തിയെന്നും അമേരിക്ക, ഇസ്രയേൽ, സൗദി അറേബ്യ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ കരാറിന് അംഗീകാരം നൽകിയെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ഈ കരാർ ഒപ്പിടുന്നതോടെ ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് അന്ത്യമാകുമെന്നും അമേരിക്ക കരുതുന്നു. എന്നാൽ കരാർ സംബന്ധിച്ചുള്ള അമേരിക്കയുടെ പ്രസ്താവനകളെ ഊഹാപോഹങ്ങളെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വിശേഷിപ്പിച്ചത്. അമേരിക്ക പലപ്പോഴും നിലപാടുകൾ മാറ്റുകയാണെന്നും തങ്ങളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ വിലക്കുകൾ മൂലം ഏർപ്പെടുത്തിയ ഇറാനിയൻ തുറമുഖങ്ങളിലെ ഉപരോധം നീക്കുന്നതും ലോകത്തെ പ്രധാന എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും കരാറിലെ പ്രധാന വ്യവസ്ഥകളായിരിക്കും എന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. കൂടാതെ ഇറാൻ യാതൊരു കാരണവശാലും ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്യില്ലെന്ന ഒരു ഉറപ്പും അമേരിക്ക പ്രധാനമായും ആവശ്യപ്പെടുന്നുണ്ട്. ചർച്ചകളിൽ 14 നിർദ്ദേശങ്ങളാണ് ഇറാൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഹോർമൂസ് കടലിടുക്ക്, ലെബനൻ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ചർച്ചകളിൽ നിന്ന് വേർതിരിച്ചു കാണണം എന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. ലെബനനിൽ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കുക, അമേരിക്കയുടെ നാവിക ഉപരോധം പൂർണ്ണമായും പിൻവലിക്കുക, എണ്ണ വിൽപ്പനയ്ക്കുള്ള ഉപരോധങ്ങൾ നീക്കുക, മരവിപ്പിച്ച ഇറാന്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. നിലവിൽ ഇരു രാജ്യങ്ങളും ഒരു അന്തിമ സമാധാന കരാറിൽ ഒപ്പിടാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പകരം താൽക്കാലികമായി ഒരു പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും വെടിനിർത്തൽ നിലനിർത്തിക്കൊണ്ട് തുടർന്ന് വിശദമായ ചർച്ചകൾക്കായി കൂടുതൽ സമയവും കണ്ടെത്തും.
ലെബനൻ പ്രശ്നവും ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളും പൂർണ്ണമായി പരിഹരിക്കാതെയും സുരക്ഷാ ഉറപ്പുകൾ നൽകാതെയും ശാശ്വതമായ ഒരു സമാധാന കരാർ യാഥാർത്ഥ്യമാകുക വളരെ ബുദ്ധിമുട്ടാണെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ സമാധാന കരാറിൽ ഒപ്പുവെച്ചതോടെ രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് വിപണി. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് എണ്ണ വിതരണം തടസ്സപ്പെടുമോ എന്ന ഭയത്തിലായിരുന്നു ഇത്രയും കാലം വ്യാപാരികൾ. എന്നാൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ വിപണിയിലെ ഈ ആശങ്കകളെ വലിയൊരു പരിധിവരെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനും ഇറാനുമേലുള്ള ഉപരോധം നീക്കാനും താൻ അനുമതി നൽകിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും കരാർ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമേ പുറത്തുവിടുകയുള്ളൂ. എണ്ണ വിപണിയിൽ മാത്രമല്ല, യൂറോപ്യൻ പ്രകൃതിവാതക വിലയിലും ഇതിന്റെ പ്രതിഫലനമായി 5.5% അധികം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.